ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉന്നക്കായ ഉണ്ടാക്കാം. 4 നേന്ത്രപ്പഴം അതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. ഞാൻ ഉന്നക്കായയിലേക്കുള്ള മിക്സ് തയ്യാറാക്കാനായിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, പഞ്ചസാര. ഇതാണ് മിക്സിലേക്ക് ഫില്ലിങ്ങിലേക്ക് ആവശ്യമുള്ളത്. ആദ്യം നെയ്യ് ഒഴിച്ചു അതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരിയും കൂടിയിട്ട് ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്തു. പിന്നെ പഞ്ചസാരയും കുറച്ച് ഏലപ്പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ ഫില്ലിങ് ഇത് തയ്യാറാക്കി. പഴം വേകുമ്പോഴേക്കും നമ്മൾ ഈ മിക്സ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. പഴം വെന്തു, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളിലുള്ള കറുത്ത അരിയും ഞാരൊക്കെ കളഞ്ഞതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഉടച്ചെടുത്തിട്ട് വേണം നമുക്കിനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ. പഴം കുഴച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി കുഴച്ചെടുത്താൽ മതി, കട്ടയൊന്നുമില്ലാതെ കുഴയ്ക്കണം, എന്നാലേ അത് നല്ല ഇതായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിത് പരത്തിയിട്ട് കയ്യിൽ വെച്ച് പരത്തിയിട്ട് ഫില്ലിങ് വെച്ചിട്ട് എണ്ണയിലിട്ട് പൊരിക്കണം. ഇനി നമുക്കിത് പരത്തി കയ്യിലിട്ട് ഉന്നക്കായാക്കി എടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ എടുക്കണ്ടോ. എന്നിട്ട് കയ്യിലിട്ട് കുറച്ച് എണ്ണ തൂവിയിട്ട് പരത്തിയെടുക്കുക. കട്ടയില്ലാണ്ട് ആക്കിയാൽ അത് ശരിക്കും കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിങ്ങനെ പൊട്ടി പോകും. ഞാൻ അതിലേക്ക് കുറച്ച് ഫില്ലിങ് ഒഴിക്കാം. ഈ ഷേപ്പിൽ ഉണ്ടാക്കി വയ്ക്കാം. നമുക്ക് എല്ലാം തയ്യാറാക്കിയിട്ട് എണ്ണയിൽ മുക്കി പൊരിക്കാം. ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കുറേശ്ശെ വറുത്ത് കോരിയെടുക്കാം. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി, ഇനി നമുക്കത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ ഉന്നക്കായ തയ്യാറായി. നല്ല സ്വാദുണ്ട്. വീട്ടിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, ബെല്ലൈക്കൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.